ഇന്നലെ രാത്രി നല്ല മഴയായിരുന്നു. രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ വിങ്ക ചെടികളൊക്കെ ഒരു പരുവായിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിലും മഴയും വിങ്കയും തമ്മിൽ വലിയ ചേർച്ചയൊന്നുമില്ല. വിങ്കക്ക് എപ്പോഴും വെയിലിനോടാണ്. എന്ന് കരുതി എപ്പോഴും വെയിലാവണമെന്ന് പറയാനൊന്നും നമുക്ക് പറ്റില്ലല്ലോ. നന്നായിട്ട് മഴ പെയ്യുന്ന സമയത്ത് ഇതിൻ്റെ തണ്ടുകളിൽ മഴവെള്ളത്തിൻ്റെ കനം വന്ന് തട്ടുമ്പോൾ തണ്ടിൻ്റെ തുടക്കത്തിൽ നിന്ന് ഇത് ചീന്തി പോകാറാണ് പതിവ്. അതുകൊണ്ട് ഈ തൊട്ട് കാണിച്ച ഭാഗത്തു നിന്നും തൊലി ചീന്തി സാധനം നേരെ താഴേക്ക് വരും. അങ്ങനെ ഓരോ കമ്പുകൾ വീതം പയ്യെ പയ്യെ തൊലി ചീന്തി പോകുമ്പോൾ ചെടി നശിക്കും. അങ്ങനെ ഇതുപോലെ ഇതിനു മുന്നേ ഇവിടെ നിന്നിരുന്ന ഒരു ചെടി നശിച്ചു പോയിട്ടുണ്ട്. ഇത് കണ്ടോ, ഈ ചുവപ്പ് കളറിലെ വിങ്കയാണെങ്കിലും നേരെ നിന്നിരുന്ന, പക്ഷെ മഴ കൂടുതലായപ്പോൾ ചെടി നേരെ ചരിഞ്ഞു. ഇതുപോലെ പുതിയ കമ്പുകൾ തുടങ്ങുന്നിടത്തുനിന്നാണ് ഇത് ഒടിയാൻ തുടങ്ങുന്നത്. ഇവനാണെങ്കിൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല, കാരണം ഇതിന്റെ മേളിലൊരു ഷീറ്റ് ഉണ്ടായിരുന്നതുകൊണ്ട് ചാറ്റൽ മഴ മാത്രമേ ഇത് കൊണ്ടിട്ടുള്ളൂ. ഇനി ഇവനാണെങ്കിലോ നേരെ മുറ്റത്ത് നിൽക്കുമായിരുന്നു. അതുകൊണ്ട് മഴ മുഴുവൻ നനഞ്ഞിട്ടുണ്ട്. ആള് നേരെ ഒടിഞ്ഞു തൂങ്ങി കിടക്കുകയാണ്. ഇതിന് ഒരു താങ് കൊടുത്ത് നിർത്തേണ്ടതുണ്ട്. ഇത് നിങ്ങൾ കണ്ടോ, ഇതാണെങ്കിൽ ഞാൻ ഹൈറ്റ് വെക്കാൻ സമ്മതിച്ചിട്ടില്ല. ചെറിയ പൊക്കമാകുമ്പോൾ തന്നെ വെട്ടി നിർത്താറുണ്ട്. അതുകൊണ്ട് അതങ്ങനെ നല്ല ഉഷാറായിട്ട് നിൽക്കും. മഴക്കാലത്ത് വിങ്കച്ചെടിയെ വെട്ടി നിർത്തുകയും താങ്ങ് കൊടുക്കുകയും വേണം. അധികം മഴ കൊള്ളുന്നിടത്ത് വെക്കരുത്.